ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നാളെ മാർച്ച് 3-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ റേഷൻ വിതരണത്തെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. ഇപ്പോൾ റേഷൻ കട വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളും ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റുമാണ്. ഇന്നലത്തെയോട് കൂടിയിട്ട് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റിന്റെ വിതരണം ഒരു 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൂടുതൽ കിറ്റുകൾ റേഷൻ കടയിലേക്ക് എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. ഏകദേശം റേഷൻ കടകളിലെല്ലാം എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. കാർഡിന്റെ നിറം നോക്കാതെ തന്നെ കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. ഈ പോസ്റ്റ് മെഷീനിൽ എല്ലാവർക്കും കിറ്റ് അവൈലബിൾ ആയി കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ജനുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം ഫെബ്രുവരി 27-ാം തീയതിയോടുകൂടി അവസാനിച്ചു. അപ്പോൾ അത് വാങ്ങാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ റേഷൻ കാർഡ് ഈ പോസ്റ്റ് മെഷീനിൽ അളിക്കുമ്പോൾ ആ കിറ്റ് അവർക്ക് ലഭിക്കുന്നില്ല, അത് അവൈലബിൾ ആയി കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ റേഷൻ വാങ്ങിയതിന് ശേഷം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്ന റെസീറ്റിൽ വാങ്ങാൻ ബാക്കിയുള്ള സാധനങ്ങൾ എന്നുള്ളിടത്ത് ജനുവരി മാസത്തെ ഭക്ഷ്യ കിറ്റും ഫുഡ് കിറ്റും കാണിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനി ആ കിറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അത് ഈ പോസ്റ്റ് മെഷീനിലുള്ള തകരാറ് മൂലം സംഭവിക്കുന്നതാണ്. ഈ പോസ്റ്റ് മെഷീനിൽ നിങ്ങൾക്ക് ആ കിറ്റ് അവൈലബിൾ ആയി കാണിക്കുന്നില്ല. ആ കിറ്റ് ലാപ്സ് ആയി പോയി, അത് നഷ്ടപ്പെട്ടു. ജനുവരി മാസത്തെ കിറ്റ് വാങ്ങാത്തവർക്ക് ഇനി ആ കിറ്റ് കിട്ടുകയില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ റേഷൻ കടക്കാരോട് പോയിട്ട് തല്ലുകൂടേണ്ട ആവശ്യമില്ല. ആ കിറ്റ് ലാപ്സ് ആയി പോയി. നിങ്ങളുടെ റെസീറ്റിൽ അത് കാണിക്കുന്നത് മറ്റ് സാങ്കേതിക തകരാറ് കൊണ്ടാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഫെബ്രുവരി മാസത്തെ എല്ലാ റേഷൻ വിതരണവും ഇപ്പോൾ നടക്കുകയാണ്. ഈ ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ ഉടനെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ശനിയാഴ്ച വരെ മാത്രമേ ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം കിട്ടൂ എന്നുള്ളത് ഓർമ്മിക്കുന്നു. ഭക്ഷ്യ കിറ്റ് മാർച്ച് മാസം അവസാനം വരെ കിട്ടും. അത് റേഷൻ കടകളിൽ എല്ലാവർക്കും സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. മാർച്ച് മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം മാർച്ച് 15-ാം തീയതിക്ക് ശേഷം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയുന്ന സൂചനകൾ. ഇതാണ് റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ആരെങ്കിലും ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ പോയി വാങ്ങുക. ഇനി നാളത്തെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. പ്രധാനമായിട്ട് പറയാനുള്ളത് സ്വർണ്ണവില കുത്തനെ താഴ്ന്നു എന്നുള്ളതാണ്. ഈ സമീപകാലത്ത് വെച്ച് ഏറ്റവും താഴ്ന്ന നിലയിലാണ് സ്വർണ്ണവില ഇന്ന് ഉള്ളത്. ഗ്രാമിന് 4210 രൂപയാണ്. പവന് 33,680 രൂപയും ആയി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ 30,000-ന് ചുവട്ടിലെത്താൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ചക്ക് മുമ്പ് വരെ 37,000-നടുത്തുണ്ടായിരുന്ന സ്വർണ്ണവിലയാണ് 33,080-ൽ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുക. 30,000-ന് ചുവട്ടിലേക്ക് സ്വർണ്ണവില എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. അതാണ് സ്വർണ്ണവിലയിൽ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, SSLC +2 പരീക്ഷകൾ മാർച്ച് മാസം പകുതിയോടുകൂടി ആരംഭിക്കുകയാണ്. അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു കത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇലക്ഷന് ശേഷം നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനുള്ള ഒരു പ്രത്യേക കാരണം, അവർക്കും ഈ ഒരു ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടാകും. അപ്പോൾ SSLC +2 പരീക്ഷകളും ഇലക്ഷൻ ഡ്യൂട്ടിയും വളരെ ബുദ്ധിമുട്ടാകും, പരീക്ഷയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുള്ളത്. അതിന്റെ ഒരു തീരുമാനം സർക്കാരിൻ്റെത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി 2 തൊഴിലവസരങ്ങളാണ് പറയുന്നത്. SSLC യോഗ്യതയുള്ളവർക്ക് 9,000 തസ്തികകളിലേക്ക് UPSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മാർച്ച് 21-നകം അപേക്ഷിക്കണം. 18-നും 25 വയസ്സിനും ഇടയിലും 18-നും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ssc.nsc.in എന്ന സൈറ്റ് സ്വന്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു തൊഴിലവസരമാണ് RBIയിലേക്ക് ലീഗൽ മാനേജർ, ലീഗൽ ഓഫീസർ, മാനേജർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് RBI അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മാർച്ച് 10-ന് മുമ്പ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടതുണ്ട്. ഏപ്രിൽ 10-ന് എഴുത്തു പരീക്ഷയുണ്ടാകും. ഏതു തരത്തിലായിരിക്കും നിയമനമെന്നും സംവരണത്തെക്കുറിച്ചും യോഗ്യതയെക്കുറിച്ചും RBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.rbi.in എന്ന വെബ്സൈറ്റിൽ കാര്യങ്ങൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും ക്ഷേമ പെൻഷനുകൾ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ടുകളൊന്ന് ചെക്ക് ചെയ്യുക.
ഇനി ലഭിക്കാത്തവർക്ക് 5-ാം തീയതിക്ക് മുമ്പായി എത്തിച്ചേരുന്നതും നിങ്ങൾക്ക് അത് ലഭിക്കും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഇന്നലെ മുതൽ കോവിഡ് വാക്സിനേഷൻ വിതരണം ആരംഭിച്ചു. 60 വയസ്സ് കഴിഞ്ഞ സാധാരണക്കാർക്കും 45 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള രോഗികളായ ആളുകൾക്കുമാണ് വാക്സിൻ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.